ഖുർആൻ ഓതിയ ദാരിദ്ര്യം മാറും. ഖുർആനിന്റെ 2 സൂറത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ളതാണ്. അതിലൊന്നാമതൊരു ചെറിയ സൂറത്താണ്. കച്ചവടക്കാരെ ഓതിക്കൊള്ളുക, ബിസിനസ്സുകാരെ ഓതിക്കൊള്ളുക. കടയിൽ വെറുതെ ഇരിക്കുമ്പോ നിങ്ങൾക്ക് ഓരാൻ പറ്റുന്ന ഒരു സൂറത്ത് പറഞ്ഞു തരട്ടെ. വല്ലിഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. ഈ സൂറത്തോടുന്ന സ്ഥലത്ത് അല്ലാഹു ലാഭങ്ങൾ മാത്രമേ കൊടുക്കുകയുള്ളൂ. അവരെ അല്ലാഹു നഷ്ടം കൊടുക്കില്ല. കാരണം എന്തെന്നറിയോ? മുത്തുനബി തങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചപ്പോ സന്തോഷിപ്പിക്കാൻ ജിബ്രീൽ കൊണ്ടുവന്ന സൂറത്താണ്. നബിതങ്ങൾക്ക് ജിബ്രീൽ ഇറങ്ങാ താമസിച്ചു പോയ സമയത്ത് ഇസ്ലാമിന്റെ ശത്രുക്കൾ പരിഹരിച്ചപ്പോ, കളിയാക്കിയപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ മനസ്സിന് സാന്ത്വനം കൊടുത്തുകൊണ്ട് വന്നിറങ്ങി. വല്ലുഹാ വല്ലൈലി ഇദാ സജാ. ആ സൂറത്ത് കച്ചവടക്കാർ ഓടിക്കോ. വെളുപ്പാരാവിലെ 3 മണിയാകുമ്പോ MIT-യിൽ മീനെടുക്കാൻ വേണ്ടി പോകുന്ന മീൻ കച്ചവടക്കാരാ. 7 മണിയാകുമ്പോ കുളിച്ചിറങ്ങിയിട്ട് ടെക്സ്റ്റൈൽസ് തുറക്കാൻ പോകുന്ന കച്ചവടക്കാരാ. കമ്പനിയിലേക്ക് പോകുന്ന ബിസിനസ്സുകാരാ. ഏത് ബിസിനസ്സാകട്ടെ, കച്ചവടമാകട്ടെ, ഐശ്വര്യമുണ്ടാകും മോനെ. ഖുർആൻ തരുന്ന രക്ഷയാണ്. മാത്രമല്ല, ഒരിക്കലും മറ്റൊരാളുടെ വീട്ടിലേക്ക് പോയിട്ട് ഭക്ഷണത്തിന് വേണ്ടി കൈനീട്ടുന്ന ഒരവസ്ഥ വരാതിരിക്കുന്ന ഒരു സൂറത്തുണ്ട് ഖുർആനില്. ഏതെന്ന് എന്റെ സഹോദരിമാർക്കറിയാമല്ലോ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സുഖമില്ലാതെ കിടന്നപ്പോ അരികിലേക്ക് വന്നതല്ലേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. എന്നിട്ട് ചോദിച്ചു, ഇബ്നു മസ്ഊദേ, നിനക്ക് കുറച്ച് പൈസ പിരിച്ചു തരട്ടെയോ? നിന്റെ കിടപ്പ് കണ്ടിട്ട് സഹിക്കുന്നില്ല. നിന്റെ മക്കൾ നീ മരിച്ചാൽ യതീമാകുമല്ലോ. അതുകൊണ്ട് അവർക്ക് ഉപകരിക്കാൻ കുറച്ച് പൈസ പിരിച്ചു തരട്ടെ സഹാബത്തിൽ നിന്നെന്ന് ചോദിക്കുമ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറയുകയാ, വേണ്ട വേണ്ട, എന്റെ മക്കൾക്ക് അല്ലാഹു പട്ടിണി മരണം കൊടുക്കൂല. എന്റെ മക്കൾക്ക് അല്ലാഹു കഷ്ടപ്പാട് കൊടുക്കൂല. എന്തേ കാരണമെന്ന് ചോദിച്ചപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാ, എല്ലാ ദിവസവും എന്റെ മക്കൾ സൂറത്തുൽ വാഖിഅ ഓതുന്നതാണ്. ഓരാറെ കിടക്കല്ല ഉമ്മ, ഓരാറെ ഉറങ്ങല്ല പെണ്ണേ. കടല് കടന്നുപോയി നിന്റെ ഭർത്താവ് പ്രവാസ ലോകത്ത് ജീവിതം നയിക്കുമ്പോ ഒരുപാട് കഷ്ടപ്പെടുന്നവനാണ്. അവന് നല്ല ശമ്പളം വേണമെങ്കിൽ ഇവിടെ നീ സൂറത്തുൽ വാഖിഅ ബോധനം തന്നെ. കുങ്കുമപ്പൂ കണ്ടുകൊണ്ടിരുന്നാ പറ്റൂല്ല. അതേ ഗർഭിണികളായ സഹോദരിമാരാരാ എന്റെ പ്രിയപ്പെട്ടവരെ, ഗർഭിണികളായ സീരിയൽ നടികളുടെ വയറ് നോക്കിയിട്ട് കുത്തുതിയപ്പ് നേർച്ചയാക്കിയാ പറ്റൂല്ല. റിയാലിറ്റി ഷോയുടെ ക്ലൈമാക്സിന് വേണ്ടി കാത്തിരുന്നാ പറ്റൂല്ല. സർക്കസ് കൂടാരത്തിൽ ഇറങ്ങിയാ പറ്റൂല്ല. പൂരപ്പറമ്പിൽ ആട്ടം കാണാ പോയാൽ പറ്റൂല്ല. പെങ്ങളെ, സൗദി അറേബ്യയുടെ അവസ്ഥ വല്ലാത്ത പരിതാപകരമാണ്. എത്രയോ ഗൾഫുകാർ പൊട്ടിക്കരന്നുകൊണ്ടാ വിളിക്കുന്നത്, ഉസ്താദേ നിങ്ങളത് ആരക്കുന്നില്ലേ? പാവപ്പെട്ട ഞങ്ങളവിടെ പോകാനാണ്. മക്കയുടെ അടുത്താണ്, മദീനയുടെ അടുത്താണ്. 700-800 റിയാൽ ശമ്പളം വാങ്ങി കഷ്ടപ്പാടും കണ്ണീരോടും കൂടി കഴിഞ്ഞെങ്കിലും സന്തോഷമായിരുന്നു. മക്കത്ത് നിൽക്കാലോ, മദീനത്ത് നിൽക്കാലോ, ജിദ്ദയിൽ നിൽക്കാലോ എന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചു പോയവരാ. പക്ഷേ അവരെ കയറ്റി വിട്ടുകൊണ്ടിരിക്കുമ്പോ എന്റെ സഹോദരിമാരെ, ഇത് നിങ്ങൾക്കുള്ള പരീക്ഷണമാണ്. അവര് പട്ടിണിയായാൽ കരയേണ്ടുന്നതാരാ? അവര് രോഗിയായാ പൊട്ടിത്തകർന്നു പോകുന്നതാരാ? ഭർത്താവ് തകർന്നു പോയാ തളരുന്നതാരാ? അതുകൊണ്ട് പെണ്ണെ, റിമോട്ട് വലിച്ചെറിയുക, ചാനൽ വലിച്ചെറിയുക. അലമാരയിടകത്ത് എവിടെയോ ചിതറിക്കിടക്കുന്ന ഖുർആൻ ഒന്ന് പോയി തടുക്കിയെടുക്കുക. എന്നിട്ടാ പരിശുദ്ധ ഖുർആൻ കടലാസുകൾ, ഈ അട്ടുപോയ കടലാസുകളെ ചേർത്ത് വെക്കുക. എന്നിട്ട് ഒന്നോടുകൂടി ഖുർആൻ ഓതി തുടങ്ങുക. ഇതാ ഓതി പെണ്ണേ, നിന്റെ ഭർത്താവിനറിയാതെ ശമ്പളം കൂടുകയാണ്. നിന്റെ ഭർത്താവിന്റെ കച്ചവടത്തിൽ ബറക്കത്ത് കിട്ടുകയാണ്. നിന്റെ മക്കൾക്ക് ആരോഗ്യം കിട്ടുകയാണ്. ഇന്ന് നമ്മുടെ സഹോദരിമാർക്ക് നേരമുണ്ടോ? നേരമില്ല. നേരമുണ്ടാക്കണം പെണ്ണേ. നിന്റെ മക്കൾ നിന്നെ കണ്ടാ വളരുന്നത്, നിന്റെ ചെറുകുട്ടികൾ നിന്നെ കണ്ടാ വളരുന്നത്. ദീനീ ചൈതന്യമുള്ള ഖുർആനിന്റെ തണലുള്ള ഒരു കുടുംബമായി നിന്റെ കുടുംബം മാറണമെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആനിലേക്ക് മടങ്ങി വന്നേ പറ്റൂ. അതുകൊണ്ട് സൂറത്തുൽ വാഖിഅ മറക്കണ്ട, സൂറത്തുൽ ദുഹാ മറക്കണ്ട. അതുപോലെ ഒട്ടനവധി അനുഗ്രഹങ്ങളെ അല്ലാഹു തരുന്ന അത്ഭുതകരമായ സൂറത്തുകളുണ്ട്.